നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 ദിവസം മുന്നേ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളം വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കിയതാണ്. ഇപ്പോൾ ഇതാ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. ഈ പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമാക്കി അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചയെ വളരെ വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. എന്തായാലും ആ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഗവർണർ ഇട്ട പാലത്തിൽ കൂടി അങ്ങോട്ട് പോയതല്ല, രാഷ്ട്രീയമുള്ള 2 പേർ കണ്ടാൽ രാഷ്ട്രീയം ഉരുകി പോകില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തോ വല്ലാത്ത സംഭവമാണെന്നാണ് ചെന്നിത്തല പറയുന്നത്. എംപിമാർക്ക് വിരുന്ന് നൽകാനാണ് ഗവർണർ പോയത്. ഞാൻ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. വിമാനത്തിൽ ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര. വിരുന്നിന് വരാൻ ഗവർണർ വീണ്ടും ക്ഷണിച്ചു. എംപിമാരുടെ പരിപാടിയിൽ താനും പങ്കെടുത്തു. അവിടെ വെച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഭാത ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞ് ഗവർണറെ കൂടി വിളിച്ചു. അദ്ദേഹം സമ്മതിച്ചു. രാവിലെ തന്നെ വന്നു. അല്ലാതെ ഗവർണർ ഇട്ട പാലത്തിൽ കൂടി ഞാൻ അങ്ങോട്ട് പോയതല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. തനിക്കും ഗവർണർക്കും ധനമന്ത്രിക്കും സ്വന്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ല. കേരളത്തിന്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നുമല്ല പോയത്. തീർത്തും സൗഹാർദ്ദപരമായിരുന്നു ചർച്ച. അത് വെറുമൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ പിടിമുറുക്കുന്നു അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ ശക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച, പ്രത്യേകിച്ച് ഗവർണർക്കൊപ്പം ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലുള്ള ഈ കൂടിക്കാഴ്ച പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു. എന്തായാലും മറുപടി മുഖ്യമന്ത്രി നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ നവ ഫാസിസ്റ്റ് എന്ന് വിലയിരുത്തിയ CPM നിലപാടിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയുണ്ടായി. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാണ്. എല്ലാ മൗലിക അവകാശങ്ങളും എടുത്തു കളഞ്ഞ ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതാണ് അടിയന്തരാവസ്ഥ കാലം. അതിനെ CPM വിശേഷിപ്പിച്ചത് അമിത അധികാര പ്രയോഗം എന്നാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല, TP കേസ് പ്രതികൾക്ക് പരോൾ നൽകിയ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. കോവിഡ് കാലം കൂടി നോക്കുമ്പോൾ പരോൾ വലിയ സംഖ്യയായി തോന്നാം. കോവിഡ് കാലത്ത് 655 ദിവസം വരെ പരോൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക കേസിലെ പ്രതികൾക്ക് മാത്രം പരോൾ നൽകിയില്ലെന്ന് പറയാനാകില്ല. പൊതുവിൽ ആനുകൂല്യം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. ലഹരി മരുന്ന് വ്യാപനം തടയാൻ പോലീസും എക്സൈസുമായി ചേർന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ഗവർണർക്കൊപ്പം ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ച അത് വളരെ വലിയ രീതിയിൽ ഈ ഒരു രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായതാണ്. എന്തായാലും ഗവർണറുമായിട്ട് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു നയത്തിലാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങൾ, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് സർക്കാരുമായി എപ്പോഴും ഉടക്കുന്ന അല്ലെങ്കിൽ സർക്കാരുമായി എപ്പോഴും ഏറ്റുമുട്ടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 5 വർഷത്തോളം കീരിയും പാമ്പും പോലെ പെരുമാറിയിരുന്ന ഗവർണറും സർക്കാരും. എന്തായാലും പുതിയ ഗവർണർ തീർച്ചയായിട്ടും സർക്കാരുമായി ഒന്നിച്ചു പോകുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിനും അതൊരു കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന അത്യപൂർവ കാഴ്ചയായി നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഗവർണർ ഡൽഹിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ പുറത്തു വന്നത്. കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ എന്നതടക്കമുള്ള ഒരു ഊഹാഭോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു അത് എന്നാണ്. ഫണ്ട് നേടിയെടുക്കാൻ കേന്ദ്രവുമായി നിയമ പോരാട്ടം നടത്തിയ സർക്കാർ സാമ്പത്തിക വർഷം അവസാനിക്കാറായതോടെ ഗവർണറെ കൂടെ നിർത്തി എങ്ങനെയെങ്കിലും പണം നേടിയെടുക്കുക എന്ന ശ്രമത്തിലാണ്. ഗവർണറും മുഖ്യമന്ത്രിയും കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനെ തീർച്ചയായിട്ടും പ്രതിപക്ഷം ആശങ്കയോടെ കാണുന്നു, അല്ലെങ്കിൽ ആശങ്കയോടെ ആ ഒരു ഒത്തൊരുമയെ ആശങ്കയോടെ വീക്ഷിക്കുന്നു എന്നതടക്കമുള്ള സംശയങ്ങളും ശക്തമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പും ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പും വരാനിരിക്കെ BJPയുമായി പാലം പണിയുക എന്ന ലക്ഷ്യമാണ് നടപ്പാക്കുന്നതെന്ന
എന്നായിരുന്നു KPCC പ്രസിഡന്റ് K. സുധാകരൻ ഇതിനെ വിമർശിച്ചത്. ഇതിനിടെ പാർലമെന്റ് മണ്ഡല പുനർനിർണയ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ നീക്കത്തിൽ തമിഴ്നാടിനൊപ്പം നിൽക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചുവെന്നതും ശ്രദ്ധേയം. 22-ാം തീയതി ചെന്നൈയിൽ നടക്കുന്ന യോഗത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ തമിഴ്നാട് മുഖ്യമന്ത്രി M. K. സ്റ്റാലിൻ ക്ഷണിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയോ മുതിർന്ന മന്ത്രിയോ ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിനോടുള്ള കേന്ദ്ര പ്രതികരണവും ഫണ്ട് നൽകുന്നതുൾപ്പെടെ സംസ്ഥാനത്തോടുള്ള സമീപനത്തിൽ ഉണ്ടാകുമോ, പ്രതിഫലിക്കുമോ, അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലനം ഇതിൽ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം ഇവിടെ ശക്തമാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൂടുതൽ കടമെടുപ്പിനുള്ള അനുമതി മറ്റ് കേന്ദ്രത്തിൽ നിന്ന് ഏതു വിധേനയും നേടിയെടുക്കുക എന്നത് സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗവർണറെ ഒപ്പം നിർത്തി സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ നേട്ടമായി വിലയിരുത്താവുന്നതാണ്. കോടിക്കാഴ്ചയ്ക്ക് പിന്നാലെ 5,990 കോടി രൂപ അധികം കടമെടുക്കാൻ കേരളത്തിന് കേന്ദ്രം അനുവാദം നൽകുകയും ചെയ്തു. ഫണ്ട് നേടിയെടുക്കാനായി അപൂർവമായ നിയമ പോരാട്ടത്തിന് കേരളം ഇറങ്ങി. ഇതോടെ കടുത്ത അതൃപ്തിയിലായിരുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾ കൂടുതൽ കടുപ്പിച്ചു, പരമാവധി നടപടികൾ വൈകിപ്പിച്ചു എന്നതടക്കമുള്ള ആക്ഷേപമൊക്കെ ശക്തമായിരുന്നു. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള തുക ഇനിയുമുണ്ട് എന്നാണ് കേരളം അവകാശപ്പെടുന്നത്. അത്തരത്തിൽ കേന്ദ്രം നൽകേണ്ടുന്ന തുക കൃത്യമായി നൽകുമോ എന്ന ചോദ്യമൊക്കെ ശക്തമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ, അതായത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അത് അതിജീവിക്കുക എന്നത് വളരെ വലിയൊരു കടമ്പ തന്നെയാണ്. ആ കടമ്പ കടക്കാനാവുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഈ ധനമന്ത്രിയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ അത് ചർച്ചയായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചർച്ചയായി ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടാകുമോ എന്നും കേരളം ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്. പ്രതിപക്ഷം അതിനെ ആയുധമാക്കിയിട്ടുമുണ്ട്. വരും ദിവസങ്ങൾ അറിയാം എന്താണ് ചർച്ച നടത്തിയതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ്. ലഹരിക്കെതിരെ മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരെ പോരാടണം എന്നൊരു ആഹ്വാനമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഗവർണറും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൈകോർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗവർണറും സർക്കാരും ഇപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കേരളത്തിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. മാത്രമല്ല ഒരുപാട് വിഷയങ്ങളിൽ രാജ്ഭവനും സർക്കാരും കൈകോർത്ത് നമ്മുടെ സമൂഹം നേരിടുന്ന പല വിഷയങ്ങളും ഒരു മറുപടി കാണാൻ സാധിക്കട്ടെ എന്നൊക്കെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലെയുള്ള പോരാട്ടങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഏവരും ആഗ്രഹിക്കുന്നുണ്ട്. സർവകലാശാല വിഷയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളിലും കഴിഞ്ഞ ഗവർണറുമായി സർക്കാർ എപ്പോഴും മുടക്കായിരുന്നു എന്നതും ഈ സാഹചര്യത്തിൽ ഓർക്കാവുന്നതാണ്. VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചാൻസലർ കൂടിയായ മുൻ ഗവർണർ നേരത്തെ നടത്തിയ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഉടക്ക് ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഗവർണറുമായി നല്ലൊരു രീതിയിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.